SDPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് മുണ്ടകയം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പൊ അത് കാണാനില്ല. പക്ഷെ അദ്ദേഹം അതിൽ പറയുന്നത് SDPIയുടെ വോട്ടുകൾ UDFന് മറിച്ചെന്ന. അദ്ദേഹം പറയുന്നത് 9,000-ഓളം വോട്ടുകൾ എന്നാ. അത്ര വോട്ട് SDPIക്ക് ഇല്ലാന്ന് നമുക്ക് നമ്മളെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം വന്നത് വലിയൊരു തിരിച്ചടിയാണ് UDFന്. അല്ല, SDPI പറയുന്നത് 9,700 വോട്ടുകൾ അവർ UDFന് മറിച്ചു കൊടുത്തു എന്നാണ്. ഞാനിന്ന് SDPIയുടെ തന്നെ മറ്റൊരു നേതാവായി, ഞാനിത് ഈ ജോർജ് മുണ്ടക്കയത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം ഫോൺ എടുത്തില്ല. അപ്പോൾ വേറൊരു നേതാവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് വെറുതെ ട്രോളായി പറഞ്ഞതാണെന്നാണ്. പക്ഷെ അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ട്രോളായി പറഞ്ഞതല്ല, ഇത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായി തന്നെ ഉണ്ട്. ആ പോസ്റ്റ് ഇപ്പോൾ കാണാനില്ല, പോസ്റ്റ് മുക്കി പുള്ളി ഓടിക്കളഞ്ഞു എന്നാണ്. പുള്ളി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം പുള്ളി ഒരു പഴയ സഖാവാണ്. ആ സഖാവിൽ നിന്ന് പുള്ളി SDPI രൂപാന്തരം പ്രാപിച്ചതാണ്. ആ SDPI രൂപാന്തരം പ്രാപിച്ചതിന് ശേഷം പുള്ളി ഇപ്പോൾ പറഞ്ഞേക്കണ വാദം എന്താണെങ്കിലും തെറ്റാണ്, അതിലൊരു സംശയമില്ല ആക്ച്വലി. പക്ഷെ ഇത് CPMന് വലിയൊരു പരിചയമായി തീരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം അത് ഇന്ന് കൈരളി ചാനലാണ് എടുത്ത് വലിയ വാർത്തയാക്കി കൊടുത്തേക്കുന്നത്, ബാക്കിയുള്ള ചാനലുകളൊന്നും വാർത്ത ആക്കിയിട്ടില്ല. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അവിടെ 9,700 വോട്ട് SDPIക്ക് ഇല്ല. അവരൊരു 0 കൂടിപ്പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 970 വോട്ടൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ SDPIക്ക് അവിടെ മാക്സിമം ഉള്ളത് 4,500 4,600 വോട്ടാണ്. അതിൽ തന്നെ ഇപ്പൊ 2,000 വോട്ടുകൾ മറ്റേ ഇയാൾക്ക് പോൾ ചെയ്തിട്ടുള്ളൂ. ആര് മറ്റേ നമ്മുടെ ഇപ്പൊ പുതിയ സ്ഥാനാർത്ഥിക്ക് അത്രേ പോൾ ചെയ്തിട്ടുള്ളൂ. ആ പുതിയ, അതുകൊണ്ട് തന്നെ മറ്റേ ഈ പകുതി വോട്ടുകൾ മിക്കവാറും UDFന് പോയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ പാർട്ടിയുടെ ക്ഷയമായിരിക്കില്ല ചിലപ്പോ. അല്ല, പാർട്ടിക്ക് ക്ഷയമോ കുഷ്ഠമോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ പാർട്ടി താങ്കൾ പറഞ്ഞ പോലെ ഈ PFI നിരോധിച്ചതിന് ശേഷം കുറച്ച് ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഒന്നുമല്ല, അവർക്ക് ബേസിക്കലി അത്രത്തോളം വോട്ടുകൾ അവിടെ ഉണ്ട്. ആ വോട്ടുകളിൽ വലിയ തോതിൽ കുറയാനൊന്നും സാധ്യതയില്ല. പക്ഷെ ആ വോട്ടുകൾ ചെയ്യുന്ന അനുഭാവികളായിട്ടുള്ള ആളുകൾ മിക്കവാറും ഇത്തവണ ആർക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ആര്യ ഷൗക്കത്തിന് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വേറെ കാര്യമാണ്. കാരണം അത് ഭരണവിരുദ്ധ വികാരം അതിനെയും ഓവർ റൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ ആശയങ്ങളെക്കാൾ മുകളിലേക്ക് അത് പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഷിബിലി? രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇത്. ഒന്ന്, CPMഉം അതുപോലെ ബാക്കിയുള്ള ആളുകളും ഒരു ന്യായീകരണ ക്യാപ്സ്യൂളാക്കി ഇത് ഉപയോഗിക്കാൻ എല്ലാം സാധ്യതയുണ്ട്. കാരണം ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, വർഗീയ ശക്തികളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ വിജയം എന്ന് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ പുറത്തങ്ങനെ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ CPM അകത്ത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അകത്ത് ചർച്ച ചെയ്ത് CPM കൃത്യമായി കണ്ടെത്തും. കാരണം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തും. പക്ഷെ അത് CPMന്റെ അകത്ത് പോലും പുറത്തു പറയുമെന്ന് എനിക്കറിയില്ല. കാരണം പറഞ്ഞാൽ അത് പിണറായി വിജയനെതിരെയുള്ള കാര്യമായതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് പുറത്തേക്ക് എന്തില്ല പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ സാധ്യതയില്ല. പക്ഷെ ആളുകൾക്ക് എല്ലാം അറിയാം ഇത് ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ CPM എന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് ഈ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഇപ്പൊ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ പിണറായി വിജയനായിരിക്കും. പിണറായി വിജയൻ ഉറപ്പായിട്ടും ഈ കഴിഞ്ഞ അടുത്ത ഒരു ഭരണം കിട്ടുന്നത് ഇപ്പൊ 1 കൊല്ലത്തോളം ഉണ്ട്. ഒരു 6-7 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു 5 മാസം സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്താനും അതുപോലെ മിക്കവാറും വലിയ ഏതെങ്കിലും പദ്ധതികൾ, ഇപ്പൊ ലഡ്കി ബഹൻ യോജന പോലെയുള്ള വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യതകളുണ്ട് എന്നുള്ളത് ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, ഈ റിസൾട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം വലിയ തോതിലുള്ള ഒരു വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. കാരണം 66,000 വോട്ടുകൾ, 66,660 വോട്ടുകൾ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. ഇപ്പൊ ഇന്നലെ അരുൺകുമാർ തന്നെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇരുന്നൊരു കണക്ക് പറഞ്ഞിരുന്നു, നമ്മളത് എടുത്തിരുന്നാണ്. ആ കണക്കിൽ അരുൺകുമാർ പറയുന്ന ഒരു വാചകം, 23 മണ്ഡലങ്ങളിൽ നമ്മളിപ്പോ 23 മണ്ഡലങ്ങളിൽ മാത്രമാണ് 5,000-ൽ താഴെ വോട്ടുകൾ ഉള്ളത്. ആർക്ക്? CPMന് ഭൂരിപക്ഷം ഉള്ളത്, LDFന് ഭൂരിപക്ഷം ഉള്ളത്. ആ 23 മണ്ഡലങ്ങളിൽ പെടുന്നതാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതല്ല അവസ്ഥ. അതായത് ഇത്രമാത്രം വലിയ എതിർത്തുള്ള ഭൂരിപക്ഷം ആർക്കില്ല. ഈ പറയുന്ന അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം 20,000-ലധികം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ട്. ഏതാണ്ട് ഒരു 40,000-ഓളം 40-ലധികം വരുന്ന സീറ്റുകൾ. അപ്പൊ അങ്ങനെ 40-ലധികം വരുന്ന സീറ്റുകളിൽ അത്തരത്തിലുള്ള ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഈ ചെറിയ മണ്ഡലങ്ങളിൽ, ആ ചെറിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മാത്രമേ ഇത് ബാധിക്കൂ. അത് മാത്രമല്ല, നിലമ്പൂർ എന്ന് പറയുന്ന ഒരു പ്രോ UDF മണ്ഡലം കൂടിയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് യാഥാർത്ഥ്യമല്ല. ഇതിൽപ്പെട്ട് CPM പോവുകയാണെങ്കിൽ അവർക്ക് വലിയ തകർച്ചകൾ സംഭവിക്കും. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അവർ ഏറ്റവും കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഇത് നമുക്ക് ഒരു സൂചന കൂടിയാണ്. കാരണം 2026 പോലെയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഇത് അതിഗംഭീരമായി പ്രചരിപ്പിക്കാൻ പോകുന്നത് CPM ആണ്. അത് കോൺഗ്രസിന് വലിയ തലവേദനയാവും. പ്രത്യേകിച്ചും ഇപ്പൊ SDPI പോലും അല്ല. SDPI പാലക്കാട് പിന്തുണച്ചു, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പിന്തുണ വെച്ചു, അത് സ്വീകരിക്കുകയും ചെയ്തു.
അതൊക്കെ തന്നെ വലിയ തോതിൽ ഇപ്പൊ മലബാറിലേക്ക് അല്ല ഷിബിലി, അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയുന്ന ഒരു തെക്കൻ കേരളത്തിലേക്ക്, അതായത് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള മേഖലകളിലേക്കൊക്കെ അത് വലിയ തോതിലുള്ള പ്രശ്നവും, ഈവൻ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട മേഖലകളിലും എറണാകുളത്ത് പോലും അത് വലിയ തോതിൽ പ്രശ്നം ഉണ്ടാകും. കുറച്ചുണ്ടാക്കാൻ നമ്മുടെ എറണാകുളത്താണ്. കാരണം എറണാകുളത്ത് വലിയ തോതിൽ മെജോറിറ്റി UDF ഉള്ളത് കൊണ്ടിട്ട് വലിയ പ്രശ്നം അത്രത്തോളം ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് വലിയ തോതിൽ ഈ UDF കൂടി പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഒരു ആയുധമായി ഉപയോഗിക്കാനായിട്ട് ഒരു വടി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തേക്കാണ്. ആ എറിഞ്ഞ് നേരത്തെ തന്നെ UDF കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന്റെ ഒപ്പം കൂടിയാണ് ഇപ്പൊ SDPIയുടെ സംസ്ഥാന സമിതി അംഗം വന്നത് കാരണം പറഞ്ഞേക്കാം. ഇത് STPIയുടെ ചർച്ച ടൈം ലൈനിൽ നിർത്താൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അല്ല, SDPIക്കാരെപ്പോഴും ഈ പറയുന്ന ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ പറ്റുന്ന ഒരാളുകളാണ്. ഇപ്പൊ പാലക്കാട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ഉടനെ തന്നെ കോൺഗ്രസ് പ്രകടനം നടത്തിയിട്ടില്ല, വേറെ എവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രകടനം നടത്തിയിട്ടില്ല. അപ്പൊ തന്നെ നമ്മുടെ SDPIയുടെ ആളുകൾ ചാടിക്കേറി, ആകെ 10-20 ആളുകളായിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അവിടെ എല്ലാവരും കൂടി നേരെ CPFന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയാണ്. കണ്ടാൽ നമ്മൾ വിചാരിക്കും ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ നിന്ന് ജയിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഓരോ ഗിമ്മിക്കുകൾ കാണിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കാരണം മറ്റേ PFI നിരോധിച്ചപ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണല്ലോ ഇത് SDPI. അപ്പൊ SDPI ആകെ ഒരു തകർച്ചയിലായിരുന്നു, ആകെ പതിഞ്ഞു കിടന്നിരുന്നതാണ്. അവർ പല ആമയെ പോലെ തലയൊക്കെ ഉള്ളിലേക്ക് വലിച്ച് അവിടെ നിന്നിരുന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഷിബിലിക്ക് അറിയാം, അവര് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഉണർന്ന് എണീക്കുന്നുണ്ട്. അപ്പൊ ഉണർന്ന് എണീക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഏതിന്റെയും അവകാശവാദം അവര് ഏറ്റെടുക്കും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് SDPI ഇത് തെറ്റായ അവകാശവാദമാണ്. 9700 വോട്ട് പോയിട്ട് അവിടെ ഒരു 4000 കൂടുതൽ വോട്ടുകളൊന്നും SDPIക്ക് ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അവകാശവാദം അവർ ഉയർത്തുന്നത് അവരുടെ നിലനിൽപ്പിനും അവരൊരു ലൈം ലൈറ്റിലേക്ക് വരാനും അവർ ചർച്ചയാക്കപ്പെടാനും വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത്, ഇത് വലിയ തോതിൽ CPMനെ സംബന്ധിച്ചോളം ഇത് വെറുതെ ഒരു വെറും മറ്റേ വിദണ്ഡ ന്യായീകരണമാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. വെറും വിഡ്ഢിത്തമായിട്ടുള്ള ന്യായീകരണമാണ്. വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിച്ചതെന്ന് CPMന് ഉള്ളിലെങ്കിലും അറിയാം. മൂന്നാമത്തത്, ഇത് UDFന് ഇത്തരത്തിലുള്ളൊരു പ്രചരണത്തിന് ഉറപ്പായും LDFും CPM ഒക്കെ ഇപ്പം മുതലേ തുടക്കമിടും. അത് ഇപ്പൊ നിലമ്പൂര് അതുണ്ടെങ്കിൽ പോലും അത് ജയിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ ഇത് വലിയ തോതിൽ എതിരായിട്ട് ഭവിക്കും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ കൈവിട്ട് കാൽവിട്ട് ടീംസിന്റെ ഒക്കെ കൂടിയിട്ട് മറ്റേ UDF ഭരിക്കണോ എന്നുള്ളത് ജനത്തിന് തോന്നിയാൽ ജനത്തിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.